ഉമ്മാട് പറയട്ടാ പണി കിട്ടിയിട്ട് പണിക്ക് പോയിട്ട് വരാം കേട്ടാ. വീടാണ് തോന്നുന്നുണ്ട്. അതന്നെയാണ് പറഞ്ഞത്. താത്ത ആരും കാണാനില്ലല്ലോ. താത്ത മോളെ ഇവിടെ പള്ളത്ത് വീട് ഇതല്ലേ? ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതന്നല്ലേ വീട്? അറിയില്ല, ഞാൻ ഉമ്മാന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. ശരി. ഓ എന്തിട്ട് കറിയത്, ഉപ്പുമില്ല മുളകുമില്ല ഒരു ഇതുമില്ല, മീൻ കൊളായി. ഉമ്മ ആരോ വന്നിട്ടുണ്ട്. അതെന്തിട്ട് കറിയാ വെച്ചിക്കണു? ഉമ്മയില്ലേ പൊടിമീൻ കറി? പൊടിമീൻ കറി ഇങ്ങനെയാണ് വെക്കണത്. നീക്കൊന്നും കുടിച്ചു നോക്ക്. അതിൽ ഉപ്പുണ്ടാ വാരിയിട്ടിക്കണ്, മുളകിന്റെ മണം. എന്തുട്ട കറിയ വെച്ചിക്കണ, മീനെ നശിപ്പിച്ചോ. ആരാ വന്നിക്കണേ? അറിയില്ല, ആരോ വന്നിട്ട് വീട് ഇതല്ലേ ചോദിക്കും. നോക്കട്ടെ ആരെ കാലത്ത് വന്നിക്കണ്. പോയിട്ട് കുറെ നേരമായല്ലോ. എന്തേ പണിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണിക്ക് വന്നതാ. പണിക്ക് വന്നാ? പണിക്ക് വിളിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞു. എന്നാണോ പണിക്ക് വരുന്നത്? ഞാൻ അറിഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞാൽ ആ മൂസക്കാനോട് പണിക്ക് ആളെ ഏൽപ്പിച്ചിട്ട്. നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് ആ മൂസക്കാനെ കാണിട്ടാ നല്ലത് പറഞ്ഞു കൊടുക്കാതെ. അല്ല, പണിക്ക് വരുന്ന നേരമാണോ അത്? ബസ്സൊന്നും ഇല്ല, ഇവിടെ നടന്നാ വന്നത്. അത് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്യാ? വൈകുന്നേരം കൂലി തരണ്ടേ ഞങ്ങള്? അതെ, 9 മണി കഴിഞ്ഞ് 10 മണിയാകാനാ പോണ്. അല്ല താത്ത, വീട് വഴി അറിയാണ്ട് തെറ്റിട്ട് അവിടക്കൊക്കെ പോയി അങ്ങനെ. അപ്പൊ ആ മൂസക്ക വഴിയൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ല, ആള് പറഞ്ഞില്ല. വീട്ടും പേരും മാത്രം പറഞ്ഞു. ആളെ ഒന്ന് കാണട്ടെ, നല്ലത് പറഞ്ഞു കൊടുക്കുന്നേ. അതെ, ഒരു കാര്യം ചെയ്യാം, അപ്പുറത്ത് വിറകൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയിട്ട് കീറിയിട്ട്. പിന്നെ കുറച്ച് പണിയുണ്ട്, ചെല്ല്. നേരം വൈകുന്നേരം ഇത് പണി നടക്കൂല. ചെല്ല് മതി. ഇപ്പൊ ചെല്ല്, അങ്ങോട്ട് പോയി ചെല്ല്. വിറക് മാത്രമല്ല പൊളിക്കാനുള്ളൂ, അല്ല ചെറിയ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ആ മൂസക്കാനോട് ഒരു പണിക്കാരനെ കിട്ടിയാല് പറഞ്ഞാക്കിയെന്ന് പറഞ്ഞ 2 ആഴ്ച കഴിഞ്ഞ്. ഇന്നാണ് ഇപ്പൊ വന്നിക്കണത്. നിങ്ങളോട് പറഞ്ഞത് ഇന്നലെ അല്ലേ? അയാള് പറഞ്ഞ ആളെ കിട്ടിയില്ലാന്ന്. ശരി, ചെല്ല്, അപ്പുറത്തേക്ക് ചെല്ല്. എന്ത് താത്തയത്? പിന്നെ ചൂടത്തിയത് തോന്നുന്നുണ്ട് താത്ത. ഈ വീട്ടിലാണ് പണിക്ക് ഏൽപ്പിച്ചു വിട്ടതാണ്. വന്നിക്കാണ് പണി കഴിഞ്ഞിട്ട് പൈസ ചോദിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് പണി ചോദ്യം ചെയ്യാൻ. അത് ശരി, മൊബൈലും ലൈറ്റ് ഇട്ട് വെച്ചാണ്ട് മൊബൈൽ നോക്കിട്ട് നിൽക്കുകയാണ്. ഈ ചാർജ് കയറ്റുക, എന്നിട്ട് ആ ചാർജ് കഴിയുന്ന വരെ മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ? ഈ ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ഈ ചാർജ് കഴിഞ്ഞ് കറണ്ട് പോണ നേരത്തെ ആവുമ്പോൾ നീ എങ്ങനെ കുത്തിവെക്കുക? എന്തീ പറഞ്ഞ മനസ്സിലാകാത്തത്? നിനക്കും കൂടി ഉള്ളതല്ലേ ഇത്? ഉത്തരവാദിത്തം ഇല്ലേ? ഈ ലൈറ്റ് ഇട്ട് കണ്ട് നേരെ മൊബൈൽ നോക്കിണ്ട, അത് കഴിയുമ്പോ ചാർജ് കുത്തിവെക്കുക. വെറുതെ ഒരു വീഡിയോ. വേറെ പണിയൊന്നുമില്ല. ചായ വെക്കുക, പണിക്കാരനക്ക് ചായ കൊണ്ട് കൊടുക്കണം. പറഞ്ഞതനുസരിക്കില്ല. ഏത് നേരവും മൊബൈൽ നോക്കിട്ട് ഇരിക്കുക. ലൈറ്റ് ഇട്ടിട്ട് കെടുക്കാണ്. ഞാൻ ലൈറ്റ് ഇട്ട് ഫാൻ ഇട്ട് എല്ലാം ഇട്ടാൽ തന്നെ സമാധാനാവുള്ളൂ. ആരെ കെട്ടുക? അന്റെ വീട്ടിൽ കൊണ്ട് വന്നിട്ട് കെട്ടുവോ? പറഞ്ഞത് മനസ്സിലാവില്ല. പറയുമ്പോ മാത്രം മോന്ത കയറ്റി പിടിച്ചിട്ട് ഇരിക്കും. എടുക്കാൻ മറന്നു. താത്താട് ചോദിച്ചത് എന്ത് പറയോ? താത്ത വെട്ടത്തുനിന്ന് തരുമോ? എന്തൊക്കെ വിളിച്ചിണ്ടായിരുന്നോ? വെട്ടത്തുനിന്ന് എടുത്തു തരുമോ മോളെ? അല്ല, ഇവിടെ ഈ എന്തിനെടുത്തിട്ട് പോണ വെട്ടെത്തി? അയക്ക വെട്ടെത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചാ കൊണ്ടതാൻ കൊണ്ടു കൊടുത്തോണ്ട്. നീ അവിടെ വല്ല പണികൾ നോക്ക്. അല്ല, നിങ്ങളൊരു പണിക്കാരനല്ലേ? പണിക്ക് വരുന്ന സമയത്ത് വെട്ട് കത്തി അതിനുള്ള ആയുധങ്ങളൊക്കെ കൊണ്ടുവരൂലേ? ഒരു പണിക്കാരനക്ക് ഓർമ്മയില്ല എന്നാ? അതെന്തിട്ട് ഓർമ്മയില്ലാണ്ട്? ഇത് മുറിയെ എന്തെങ്കിലും ചെയ്താല് നിങ്ങള് കൂലി തരൂല കേട്ടാ. നിങ്ങളെ കൂലിയില് ചേച്ചിയാ? അതെ, ഇത് മുറിഞ്ഞാല് നിങ്ങളെ കൂലി ഇല്ല. ഇത് മുറിയാണ്ട് ഞാൻ തരുന്ന പോലെ തന്നെ തരണട്ടാ. ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് പണിയെടുക്കേണ്ടതാ. ഞങ്ങള് തന്നിട്ടല്ലേ നിങ്ങള് പണിയെടുക്കേണ്ടത്. ഇതുപോലെയാണോ എല്ലാ വീട്ടിലും പണിക്ക് പോണത്? ഊട്ടാൻ കൊടുത്തിട്ട് വെച്ചാ മതിയാ? സാധനങ്ങൾ കൊണ്ടുവരണ്ടേ പണിയെടുക്കാന്? അതെ, ഇതേപോലെ കൊണ്ടുവരണം. നശിപ്പിച്ചിട്ട് കൊണ്ടുവന്നാലും ഇന്നത്തെ കൂലിയില്ല. ചെന്ന് ചെല്ല്, വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. വൈകുന്നേരം കൂലി എണ്ണി തരണ്ടേ?
വേഗം ചെന്നിട്ട് പണി നോക്ക്. വന്ന തന്നെ 10 മണിക്ക്. എന്നിട്ട് ഒരു വെട്ടുകത്തി വാങ്ങാൻ വരല്, ഒരു വെള്ളം ചോദിക്കല്. ആ ഫ്രണ്ടിലും കൂടി ഒരു മുട്ടി കിടക്കുന്നുണ്ട്, ആ മുട്ടിയും കൂടി എടുത്തിട്ട് ഒന്ന് കീറിയിട്ടാ. അത് കീറിയിട്ടിട്ട് നമ്മ വേറെ പണികൾ ചെയ്യാ. വേഗം ചെല്ല്, വൈകുന്നേരം കൂലി തരണ്ടേ, ചെല്ല്. അത് ഇത് വെട്ടൊരു മൂർച്ചയില്ല, ഒന്നുമില്ല. വെട്ട് തലയിൽ തട്ടിയാലും ഇത് പൊളിയില്ല. ആ സാധനമാണ് തന്നിട്ട് പറയണത്. ഒരു ചൂടത്തിലാണ് തോന്നുന്നത്. ഇറങ്ങി പണിക്ക് വന്നിട്ടുണ്ടാവില്ല. മൂച്ചാട്ടം പിടിച്ച സ്വഭാവമാണ്. ഇതിൻ്റെ ഇത് ആരെ പണിക്ക് വരും അവിടെയൊക്കെ? ഫോൺ വിളിക്കണ്ടല്ലോ. ഹലോ, ഉപ്പച്ചി വരുമ്പോ ഐസ്ക്രീം വാങ്ങിട്ട് വരും. ആ ഉപ്പച്ചി പണിയിലല്ലേ മോ. ഉപ്പച്ചി പണി കഴിഞ്ഞ് വരുമ്പോ കൊണ്ടുവരാട്ടാ. ആ ശരി. ആ പൈപ്പ് പൊട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ കൂലി കാശും തരില്ല താത്ത. താത്ത കുറച്ച് കൊടുത്തിയാ. ഓ കുട്ടിയൊക്കെ എടുത്തിട്ട് പോയാ എന്തോരായ വെട്ടിയിട്ട്. അതെ, ചായയും കടി ആയിട്ടുണ്ട്, ചെന്ന് ചായ കുടിച്ചോ. ആ അപ്പൊ വരും താത്ത. അയക്കെന്താ ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് കയറി ഇരിക്കായിരുന്നില്ലേ? കുഴപ്പമില്ല മോളെ. ഇക്ക് ഇങ്ങോട്ട് ഇരിക്കേ, തിട്ടമ്മല് കയറി. അത് വേണ്ട, കഴിയാറായില്ല, കഴിച്ചു കഴിയാറായില്ല. ഇനി കുഴപ്പമില്ല. വേറെ കുറച്ചും കൂടി കൊണ്ടുപോയിട്ട് പത്തിരി. മതി മതി, കൂലി കിട്ടിയാൽ മതിയായിരുന്നു. ആ മോളെ പ്ലേറ്റ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടാ. അതെ, അത് കഴിഞ്ഞ അവിടെ പൊളിക്കല് കുറച്ച് പണിയും കുറച്ചും കൂടെ ഉണ്ട്. അത് വേഗം പൊളിച്ചിട്ടേ കുറച്ച് സൺസൈഡുമ്പോ കുറച്ച് പണിയുണ്ട്, അതും കൂടി ചെയ്തു തന്നാ നിനക്ക് പൈസ 100 രൂപ കൂട്ടി തരാം കേട്ടാ. അത് വേഗം ചെയ്തിട്ട് അങ്ങ് വായോ. സാലിക്കുട്ടിയെ പാത്രം എടുത്ത് വെച്ചാ, ചായ കുടിച്ച പാത്രം. ഇങ്ങനെ വയ്യണ്ട ഈ പണിയെടുത്തിട്ട് താത്ത വീണ്ടും 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 പണി പറയാ. എന്നാലും വേണ്ടില്ല, 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും തിന്നാൻ മേടിക്കാമല്ലോ. അല്ല, കോർപ്പൊടികളൊക്കെ മാറിയിട്ട് പോയാ കുഴപ്പമില്ല. അല്ല എന്റെ റബ്ബേ, ഇതിലെന്തോരം ആത്തിച്ചക്ക ഉണ്ടായിരുന്നാണല്ലോ. ഇതിലൊന്നും കാണാനല്ലോ. ദേ ആ സൈഡൊക്കെ ഇതെന്താ പണിയുണ്ടെന്ന് പറഞ്ഞ ഇവിടെ? അതെ, ഈ സൺസൈഡ് നിറയെ ചവറ. അതൊക്കെ ഒന്ന് അതിൽ കൂടി ഇറങ്ങിയിട്ടേ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയത്. പിന്നെ നോക്കിയ ഇവിടെ ഒക്കെ ഒന്ന് ചവറുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ വിറക് വെട്ടാൻ വേണ്ടി വന്നല്ലേ. അത് വിറക് വെട്ടാനും പറഞ്ഞ വെറുതെ ഒന്നല്ലല്ലോ, പൈസ കൂട്ടി തരാന്ന് പറഞ്ഞില്ലേ. അതിന് ഈ പണി എന്നെ ചെയ്യിപ്പിക്കണം. അതൊന്നും കുഴപ്പമില്ല, ഏത് പണിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കാശ് തന്നാ പോരെ, നിങ്ങൾക്ക് ഏത് പണിയെടുത്താലും കാശ് തന്നാ പോരെ. എല്ലാരും പോകുമ്പോ പൈസ കൂട്ടി തരുന്നുണ്ട്. അതൊന്നും അടിച്ചു ഏതായാലും കൂടി ഏതിൽ വേണമെങ്കിലും ഇറങ്ങാം, അതിലൊക്കെ ഇറങ്ങാം. ഒക്കെ ഇറങ്ങിട്ട് ഒന്ന് വൃത്തിയാക്കിയ നല്ല പോലെ വൃത്തിയാക്കിയേ. ചവറേ, ഈ ആത്തിച്ചക്ക ഉള്ള കാരണേ ചവറൊക്കെ സൺസൈഡ് എടുക്കുമ്പോ വീഴ, അതങ്ങോട്ടൊക്കെ വീഴ, അടിച്ചടിച്ച് വൃത്തിയാക്കി. എന്തോരം ആത്തിച്ചക്ക ഉണ്ടായിരുന്നു എന്റെ റബ്ബേ, ഒന്നും കാണാനില്ല. പഴുത്ത് നിന്നായിരുന്നു. ആ സൈഡൊക്കെ ഉണ്ടായിരുന്നു. ഈ ആരോ വന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ആ കള്ളന്മാരെ നാം പിടിച്ചോണ്ട് ഇവിടെ കാവൽ തന്നെ ഇരിക്കണം, അല്ലാണ്ട് പറ്റൂല എന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ആ ചൂലെടുത്ത് തരാം. ഇവിടൊക്കെ നല്ലോണം വൃത്തിയാക്കിട്ടാ. വേഗം ചെയ്താ മതി, വേഗം തീരും. സമയായില്ലേ, വേഗം ചെയ്.
അതെ പെട്ടെന്ന് പണി തീർക്കിട്ടാ. ആ ശരി. ആ ഇനിയിപ്പൊ മിണ്ടാണ്ടിരിക്കണ്ട, അങ്ങനെ അങ്ങോട്ട് പോയിന്ന് വെച്ചിട്ട് പെട്ടെന്ന് പണി തീർക്കണം. ഒരു കഷ്ടം നോക്ക്, ഈ പെണ്ണുമ്പിള്ള ഇന്ന വരെ ഞാൻ ചെയ്യാത്ത പണിയൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. പിള്ളേർക്ക് ഐസ്ക്രീം മേടിക്കണമെന്നൊക്കെ പറഞ്ഞ കാരണം അതൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ ആര് ചെയ്യുന്നു? ആദ്യമായിട്ടാണ് ഈ വക പണിയൊക്കെ ചെയ്യുന്നത്. തണ്ടറിൻ്റെ പണി തീർന്നു, തീരെ വയ്യ. ആ പെണ്ണുമ്പിള്ള അങ്ങനെ പണി അടിച്ചിട്ട് ഓരോ പണി ചെയ്യിപ്പിച്ചിട്ട് ചൂടാക്കി ഇങ്ങനെ ഒന്ന് ഒടിച്ചൊതുക്കാൻ പറഞ്ഞ കൂട്ടാക്ക് വന്നു. എവിടെ എവിടെ പോയിരിക്കണ ഇയാള്? കാണാനില്ലല്ലോ, അനക്കൊന്നും കേൾക്കണില്ലല്ലോ. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എവിടെ ഇവര്? അത് ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങള് പണിയൊന്നും ചെയ്യണ്ടേ? ആളങ്ങോട്ട് തെറ്റിയാല് ഇങ്ങനെ എന്ത് പണി കഴിയുന്ന? പണി കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുക ഒളിച്ചിരിക്കുന്ന പോലെ? ആ ശരി ശരി, എന്നാ പൈസ കട്ടായിക്കൊണ്ടിട്ടാ. എന്താ അവിടെയൊക്കെ നോക്കിട്ട് കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് നോക്കുമ്പോ ആളിരുന്ന് ഉറങ്ങുക. എന്തിട്ട് പണിക്കാർ ഇതാണ്? ആളില്ലെങ്കിൽ ഞങ്ങള് സ്വഭാവം ഉറങ്ങിയിട്ടില്ല, വെറുതെ ഇരുന്നാണ്. അപ്പൊ വീഡിയോ കഴിക്കാൻ വേണ്ടിട്ടാണ് കുറച്ചേരം. അതെ, ഇറങ്ങി എന്നിട്ട് കുറച്ച് വിറകും ചുള്ളലൊക്കെ ഉണ്ട് അപ്പുറത്ത്, അതൊക്കെ ഒന്ന് ഒതുക്കി തരണം. സമയമായില്ല, 5:30 കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ നേരം പറയുന്നില്ലേ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ കൂടെ തന്നെ നിന്ന് പണിയെടുപ്പിക്കണം അല്ലേ? നല്ല പണിക്കാരെ സൂത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. സമയം 4:30 കഴിഞ്ഞു, ഇതുവരെ ചായ കിട്ടില്ല. ഇതൊക്കെ ചോദിച്ചു പിടിക്കാൻ അറിയൂല്ലേ? പണിയിൽ മാത്രം ഉഷാറ് കുറവാ. ആൾ അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിയാലും മിണ്ടാണ്ടിരിക്കുക. നിങ്ങൾ നല്ലൊരു പണിക്കാരെന്ന് വിചാരിച്ചതാ, കള്ളത്തരമുള്ള പണിക്കാരനാണ് നിങ്ങൾ. ചായത മുളക് കൊണ്ടുവരും കേട്ടാ, അതൊക്കെ വൃത്തിയാക്ക്. അല്ല, എന്റെ ചായ വെക്കൽ എന്തായി? ഇതുവരെ ചായ വെച്ചിട്ടില്ലേ? എത്ര നേരമായി ചായ വെക്കാൻ പറഞ്ഞിട്ട് തന്നെ? അതെ, 4:30 കഴിഞ്ഞിട്ട് ഈ ചായ കൊണ്ട് കൊടുക്ക്. ഇതമ്മായിങ്ങോണ്ടിരിക്കണ പൊടി തെളിച്ചപ്പോ കൊണ്ടുപോയി കൊടുക്കാം. എത്ര ഇതിന് ചായക്ക് കടിയൊന്നും? ചായക്ക് കടിയൊന്നും വേണ്ട. ഇപ്പൊ ചായക്ക് കടിയല്ല ഇപ്പൊ കൊടുക്കണം. വെറും ചായ കൊടുത്താൽ മതി. കാലത്ത് ചായയുടെ കടി കൊടുത്തില്ലേ? ഇനിയിപ്പോ 4 മണിക്ക് ചായയുടെ കടിയൊന്നും വേണ്ട, ചായ മാത്രം കൊണ്ട് കൊടുക്കുക ആൾക്ക്. നമ്മളെന്തേലും കഴിക്കും? അതിന്റെ ആവശ്യമൊന്നുമില്ല ചായയുടെ കടി, വെറുതെ ചായ കൊണ്ട് കൊടുക്കുക ആൾക്ക്. ശരി മോളെ. മോളെ ഇവിടെ കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ. ഇന്നയോ? വീട് മോളുടെ? ഇന്റെ വീട് പട്ടാമ്പി ചെറുപ്പശ്ശേരി എന്ന് പറയും, ഒറ്റപ്പല്ല അവിടെയാണ്. അവിടെ എന്റെ കൂട്ടുകാരന്മാരുണ്ട്, പിന്നെ എന്റെ പെങ്ങൾ അവിടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അതെ ശരി, നിങ്ങള് ഞാൻ എവിടെയോ കണ്ടുപരിചയ പോലെയൊക്കെ തോന്നി കണ്ടപ്പോ പിന്നെ ഞാനത് ചോദിച്ചില്ല തന്നെ ഉള്ളൂ. മോള് അവിടെ നിന്ന് കല്യാണം ഒറ്റയ്ക്ക്? ഒരു പെങ്ങളാ അവിടെ? ഒരു മോളുള്ളൂ? ഒരു മോളും പിന്നെ സെയ്താകുമ്പോ ഞാനവിടെ കണ്ട് പരിചയമുള്ള പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ ആളെ കണ്ടു കഴിഞ്ഞാൽ പറയായിരിക്കും. അതെ, പണ്ട് ഞാൻ അവിടെ മീൻ കച്ചവടത്തിലൊക്കെ വന്നിട്ടുണ്ട് മോളെ. അതെ, പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല പരിചയമുണ്ട്. അപ്പൊ എന്തൊക്കെ ഇപ്പം മരം മുറിക്കാനൊക്കെ? മരം മുറി വെച്ചാൽ വേറെ വീട്ടില് കുടുംബത്തെ അവിടെ പിന്നെ പണികളൊന്നും കുറഞ്ഞപ്പോ നാട്ടിൽ നിന്ന് പണിയാൻ പറ്റില്ലല്ലോ. ഇതാകുമ്പോ നമുക്ക് അടുത്തായി, അപ്പൊ ഇവിടെ പണി വാങ്ങി. പിന്നെ വീട്ടിലാകെ ഭാരാവത്തങ്ങളാണ്. പണ്ടത്തെ പോലെ പണ്ടൊക്കെ കാശൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ തുലച്ചു, ഒക്കെ അത് ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ നാട്ടില് ഇവിടെ തന്നെ നമ്മൾ കൂടിയിട്ട് നീ ചെയ്യാന്നുള്ള പരിപാടി. പിന്നെ എങ്ങനെ മോള് ഇവിടെ ഒന്ന് പെട്ട്? ഭയങ്കര അമ്മായിമ്മ ഭയങ്കര സാധനട്ടാ. എന്തൊക്കെ പണി പറയുന്നു, പണി പറയാൻ ചെയ്യും, കുഴപ്പമില്ല. ഇതൊന്നും നമ്മൾ അടിച്ചു പരിചയമില്ലാത്ത പണിയാണ്. ഇതിലൊക്കെ വിറക് മുറിക്കലും കിളക്കലും ഇതൊക്കെയാണ് എന്റെ പണി. പക്ഷെ ഇത് വന്നപ്പോ 100 റുപ്യ കൂട്ടിത്തരാ, അത് ചെയ്ത് ഞാൻ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നുള്ള ഓടി വന്നിട്ട് അങ്ങനെ എങ്ങനെ ഒരു ചാട്ടം ചൂടാകല് പോലെ. അപ്പൊ മോളൊക്കെ എങ്ങനെ സഹിച്ചിരിക്കുന്നു? എനിക്കത് ശീലായി. പിന്നെ ഉമ്മന്റെ മനസ്സിലൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞു പോകുന്നുള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും മോളെ സമ്മതിക്കണം, നമുക്ക് പറ്റൂല. നമ്മളിപ്പോ ആദ്യമായിട്ടല്ലേ ഇപ്പൊ വരുന്നത്, അത് കാരണം നമുക്ക് പിന്നെ പരിചയമില്ലാത്തോണ്ട് ഇത് കേൾക്കുമ്പോ ഭയങ്കര സങ്കടമാണ്. എന്താ ചെയ്യാ, അമ്മ അങ്ങനെയാണ്, ആര് വന്നാലും അങ്ങനെ തന്നെയാണ്. ഒരു ചൂടാവണ പോലെ പറച്ചിലൊക്കെ. പക്ഷെ അവളുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല, പറച്ചില് കേൾക്കുമ്പം ഇങ്ങനെ തോന്നും നമുക്ക്. ഈ പെണ്ണ് ചായം കൊണ്ടുപോയിട്ട് നേരെ എന്തായി? എന്തൊട്ട് ചെയ്യുന്ന അവിടെ? ഒരു കാര്യം പറഞ്ഞാ കൂട്ടാക്കൂല. ഇനി ചായ എടുത്ത് കൊടുക്ക്, ചൂടാറണ്ട. അത്
അത് ശരി ഇവിടെ വന്നിട്ട് വർത്താനം പറഞ്ഞു അവളെന്താ പറഞ്ഞിട്ട് പോകുന്നത് എനിക്ക് ഇല്ലമ്മ ചായ കൊടുക്കാൻ ഈ ചായ കൊടുക്കാൻ വന്ന എത്ര നേരമാണ് അയാളായിട്ട് കഥ പറഞ്ഞോണ്ടിരിക്കുക ആ പണിയെടുക്കുന്ന ആളെയും ഓടിച്ചിട്ട് കഥ പറഞ്ഞോണ്ടിരിക്കുക പണി എന്തോരം പണി ചെയ്യേണ്ട വിശേഷങ്ങൾ അന്വേഷിച്ചു എന്തൊക്കെ വിശേഷം പണിക്കാരടുത്താണോ വിശേഷം അന്വേഷിക്കണത് വൈകുന്നേരം കൂലി കൊടുക്കണ്ടേ ആള് പോകുമ്പോ കൂലി കാട്ടെന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കണ്ടേ അയാളുടെ പണി മെനക്കെട്ടിട്ട് ചായ കൊടുക്കാൻ വന്നിട്ട് ഇരുന്ന് സംഭാഷണം വർത്താനം പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെയൊന്നും ഇല്ലമ്മ ഇവര് നമ്മുടെ അവിടത്തെയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് വന്നതാണ് ആൾക്ക് വൈകുന്നേരം പോകുമ്പോ കൂലി കൊടുക്കണം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്താ പറയാ ചായ കൊണ്ട് കൊടുത്തിട്ടാണ് പറഞ്ഞിട്ട് ഇത്ര നേരം താഴത്ത് കാണാണ്ടായപ്പോ ഞാൻ കേറി വന്ന് നോക്കുമ്പോ ഞാൻ വിചാരിച്ചു വന്ന പോലെ തന്നെ കാര്യങ്ങള് എന്താ ചെയ്യാനാ എന്തിനാ പറഞ്ഞാച്ചെന്ന് പോലും അറിയില്ല ചായ കൊണ്ട് കൊടുത്തിട്ട് കുടുംബത്തിൽ മിണ്ടാണ്ട് വരുമല്ല ആളുടെ ഒപ്പം നിന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നു എന്റെ സ്വഭാവം നിനക്ക് അറിയാട്ടോ ചൊവ്വും ചേർന്ന് നീ ഇരുന്നാ ശരി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്ക് നല്ല പോലെ എനിക്കറിയാം പറഞ്ഞതനുസരിക്കായി ചായ കൊണ്ട് കൊടുക്കാൻ പോയാൽ ചായ കൊണ്ട് കൊടുത്തിട്ട് വന്നൂടെ പിന്നെ നല്ല പരിചയമുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞോണ്ട് നിൽക്കുക 5:30 ആയിട്ട് വന്നിട്ട് അയാൾ കാത്തിരിക്കുക ചൂലും കൊണ്ട് അയാൾ പറഞ്ഞുകൊണ്ടാണ് വർത്താനം പറഞ്ഞുകൊണ്ട് പരിചയ കാര്യം പണി കഴിഞ്ഞ് 5:30 ആയി പണി കഴിഞ്ഞ് പോകുമ്പോ വർത്താനം പറയാ അല്ലാണ്ട് പണിയെടുക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് വർത്താനം പറഞ്ഞാൽ അയാൾ പണിയെടുക്കുവോ അത് നമുക്കും കൂടി വേണ്ടതല്ലേ എപ്പോഴാ വയ്ക്കുക ബുദ്ധി 10-20 വയസ്സാകാറായില്ലേ ഇന്നത് എത്ര പോകുന്ന മക്കൾക്ക് ഉണ്ട് ബോധം വിവരം 10-20 വയസ്സൊക്കെ ആയില്ലേ വിവരം വെക്കാനുള്ള അത്യാവശ്യം ഇതൊക്കെ ആയിട്ടുണ്ട് നീ എപ്പോഴാ വെക്കുക നീ നല്ല പോലെ ആണെങ്കിൽ എന്റെ സ്വഭാവം ഞാൻ കാണിക്കൂട്ടാ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് പണി കഴിയലും അമ്പലത്തിൽ പാട്ട് കഴിക്കലും ഒരുമിച്ചായി താത്ത ഞാൻ ഇറങ്ങട്ടെന്നാ കഴിഞ്ഞ ആ ഒക്കെ ഇതാക്കില്ലേ പകുതി കിടന്നുറങ്ങി നേരം കഴിഞ്ഞു അല്ലേ ഉറങ്ങിയിട്ടൊന്നുമില്ല താത്ത വീടടിക്കാൻ വേണ്ടി ഇതുപോലെ പണിക്കാരെ ഒരുപാട് കണ്ടിക്കണ മോനെ ഒരുപാട് കണ്ടിക്കണേട്ടാ ഇതുപോലെ ഒന്നും ചെയ്യരുതട്ടാ പൈസ വെറുതെ ഒന്നും വരില്ല ഇപ്പൊ കണ്ടില്ലേ പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം കൂലി തരണം ഇത് പണിയെടുക്കുമ്പോ യഥാർത്ഥമായിട്ടുള്ള പണിയെടുക്കണം അല്ലാണ്ട് നിങ്ങള് ആളങ്ങോട്ട് കിടന്ന് ഉറങ്ങല്ല പക്ഷെ ഇവിടെ വന്ന് ചെയ്ത് ശരി ഇനി എവിടെയും പോയി ചെയ്യരുതട്ടാ പണി ചെയ്യുമ്പോഴേ അതൊരു യഥാർത്ഥത്തിൽ ചെയ്യണം എന്നാ ഇതിലേ 950 ഉണ്ട് കൂടുതലൊക്കെ കൂട്ടിയിട്ടുണ്ട് കിടന്നുറങ്ങിയതിന് കൂട്ടിത്തരാനൊന്നും പറ്റില്ല പണിയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് 100 രൂപ കൂട്ടിത്തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത പണിക്കൊക്കെ അത് മതി കൂലി പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് കിടന്നുറങ്ങിയതിന് ഞാൻ കൂട്ടി പൈസ തരല ഞാൻ പറഞ്ഞിട്ടില്ലേ കറക്റ്റായിട്ട് വേഗം പണി ചെയ്തിട്ട് വായോന്ന് പറഞ്ഞ അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോ നിങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു ആ ഉറങ്ങിയതിനുള്ള കൂലിയൊന്നും ഇല്ല 950 കൂടുതലാ ഇതിന്റെ അടുത്ത് കിട്ടി തന്നെ ഭാഗ്യം എന്തൊരു സാധനം അത് ഇതിലൂടെ ആരും പണിക്ക് വരാന് ഇനി ഇതിന്റെ ജീവിതത്തിൽ ഈ വീട്ടിലേക്ക് വരില്ല ഞാൻ പണിക്ക് എന്താ മോളെ അത് വേണ്ട മോളെ അത് വേണ്ട മോളെ നീ ഉമ്മ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത പറയില്ല ഒരുപാട് പണികൾ ചെയ്തു അമ്മ അങ്ങനെയാണ് ചില സമയത്ത് നല്ലപോലെ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കുഴപ്പമില്ല നിങ്ങൾ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ട് ശരി മോളെ ശരി ഇത് കിട്ടിയിരിക്കുന്നത് മരുമോള് തങ്കമായ മരുമോള് അതിന്റെ ജീവിതം ആലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം